ഹായ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സാറ്റലൈറ്റ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. രണ്ട് തരത്തിലുള്ള സാറ്റലൈറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാച്ചുറൽ സാറ്റലൈറ്റ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന്റെ ഓർബിറ്റൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന്റെ പീരീഡ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാണ്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച അതേ ഫിഗർ ആണ്. ഫസ്റ്റ് ഇവിടെ നമ്മുടെ എർത്ത് സർഫസ്, ആ എർത്ത് സർഫസിന്റെ എർത്തിന്റെ മാസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ M. ഈ എർത്ത് സർഫസിൽ നിന്ന് ഒരു h ഹൈറ്റ് ഡിഫറൻസിൽ ആണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് റൗണ്ട് ചെയ്യുന്നത്. ആ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിലുള്ള ഒരു ഒബ്ജക്ട് നമ്മൾ കൺസിഡർ ചെയ്തു, അതിന്റെ മാസ് സ്മോൾ ലെറ്റർ M. ഇതേ ഫിഗർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പീരീഡ് ഓഫ് റെവല്യൂഷനും കണ്ടുപിടിക്കുന്നത്. അതിനു മുമ്പായിട്ട് എന്താണ് പീരീഡ് ഓഫ് റെവല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് പീരീഡ് എന്ന് പറഞ്ഞാല്, പീരീഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ ഒരു എർത്തിന്റെ സർഫസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന്റെ സർഫസ് തന്നെ കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഇതിനുള്ള ഒരു ഒബ്ജക്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഈ ഒരു ഒബ്ജക്ട് ഒരു തവണ റൗണ്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം, ഈ ഒബ്ജക്ട് അതിന്റെ സർഫസിലൂടെ ഒരു തവണ റൗണ്ട് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ വിളിക്കുന്ന പേരാണെന്ത്? പീരീഡ് ഓഫ് റെവല്യൂഷൻ. ഒരു തവണ റിവോൾവ് ചെയ്യാനുള്ള ടൈം, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? പീരീഡ് എന്നുള്ളത്. ഇവിടെ നോക്കുക, ദ ടൈം ടേക്കൺ ബൈ എ സാറ്റലൈറ്റ് ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ ഈസ് കോൾഡ് പീരീഡ്. ആ പീരീഡിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ T ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മളിവിടെ ഇതിന്റെ റെവല്യൂഷൻ അല്ല, ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇഫ് ആൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഈസ് റിവോൾവിംഗ് അറ്റ് എ ഹൈറ്റ് h ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്, അതായത് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എർത്തിന്റെ സർഫസിൽ നിന്ന് h ഹൈറ്റ് ഡിഫറൻസിലാണ് ഇവിടെ നിൽക്കുന്നത്. ഈ R എന്ന് കാണിച്ചിട്ടുള്ളത് എർത്തിന്റെ റേഡിയസും, അതുപോലെ h എന്നുള്ളത് എർത്തിന്റെ സർഫസിൽ നിന്ന് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, അത് h. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും വരിക? R പ്ലസ് h. എർത്തിന്റെ സെന്ററിൽ നിന്ന് നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റിലേക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R പ്ലസ് h ആയിരിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, നമുക്കിവിടെ വേണ്ടത് പീരീഡ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ അതിന് വേണ്ടി ഫസ്റ്റ് നമ്മളിവിടെ ഇതിന്റെ സർക്കംഫറൻസ്, അതായത് നമുക്ക് ഇതിന്റെ പീരീഡ് ആദ്യം കണ്ടുപിടിക്കണം. പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് കവേർഡ് ഇൻ വൺ ടൈം. വൺ ടൈമിൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന പറയുന്ന പേരാണ് എന്ത്? പീരീഡ്. അപ്പൊ ആ പീരീഡ് കാണാൻ വേണ്ടി നമ്മളിവിടെ ഇതിന്റെ നമുക്കറിയാം, ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2πr ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ടൈം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു റെവല്യൂഷന് വേണ്ടി ടൈമിൽ വിളിക്കുന്ന പേരാണ് എന്ത്? പീരീഡ്. അപ്പൊ അതും അതേപോലെ ഈ സർക്കംഫറൻസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ സർക്കംഫറൻസിന്റെ സ്ഥാനത്ത് അതേ ഇക്വേഷൻ ആയിരിക്കും എന്തിനും വരിക? ഈ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ടൈം T എന്നുള്ളതിനും വരുന്നതായിരിക്കും ഈ സർക്കംഫറൻസിന്റെ അതേ ഇക്വേഷൻ ആയിരിക്കും വരിക. അപ്പൊ അതെന്തായിരിക്കും വരിക? 2πr. പക്ഷെ ഇവിടെ ഈ സ്മോൾ ലെറ്റർ ആറിന്റെ സ്ഥാനത്ത് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ R പ്ലസ് h ആണ്. അപ്പൊ ആ സ്മോൾ ലെറ്റർ ആറിന്റെ സ്ഥാനത്ത് R പ്ലസ് h എന്ന് കൊടുത്തു. ഇപ്പൊ എന്ത് കിട്ടി? ഡിസ്റ്റൻസ് കവേർഡ് കിട്ടി. ഈ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് കവേർഡ് ഇപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് വേണ്ടത് പീരീഡ് ഓഫ് റെവല്യൂഷൻ ആണ്. അതിനു വേണ്ടി ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ സെമ്മിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ? അപ്പൊ ആ ഇക്വേഷൻ നമ്മളൊന്ന് കൺസിഡർ ചെയ്യാണ്. ഇതില് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ വെലോസിറ്റിയെ നമ്മൾ v ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഡിസ്റ്റൻസിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് ഡിസ്റ്റൻസ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? ടൈം ടേക്കൺ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ടൈം എന്ന് പറഞ്ഞിട്ട് ഈ ഒബ്ജക്റ്റിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 2π × R പ്ലസ് h ആണ്. അപ്പൊ അത് നമ്മുടെ ഡിസ്റ്റൻസിന്റെ സ്ഥാനത്ത് 2π × R പ്ലസ് h എന്ന് കൊടുക്കും. ടൈമിന്റെ സ്ഥാനത്തോ ടൈം T ആയിട്ടും കൺസിഡർ ചെയ്തു. ഇനി നമ്മള്
ഇതാണ് നമ്മുടെ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ v is equal to 2π into r plus h by t. നമുക്ക് വേണ്ട എന്താണ്? ടൈമാണ്, അല്ലെങ്കിൽ ടൈം പീരീഡ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോണത് ഈ ടിയെ നമ്മൾ ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടൈമിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്താവും വരിക? t is equal to 2π into r plus h by v അല്ലെ? ഈ ടി ഇങ്ങോട്ടും വന്നു, v തിരിച്ചങ്ങോട്ടും പോയി. ഇനി നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർബിറ്റൽ വെലോസിറ്റി v is equal to root of gm by r plus h. ഓർമ്മയുണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ വിന്റെ സ്ഥാനത്ത് ഈ ഇക്വേഷൻ ഒന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, ഇതിനെ 2 എന്നും കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 in 1. Substitute equation number 2 in 1. Therefore, equation become t is equal to v ന്റെ സ്ഥാനത്ത് എന്ത് വരും? root of gm by r plus h. ബാക്കിയെല്ലാം അതുപോലെ തന്നെ 2π into r plus h divided by v ന്റെ സ്ഥാനത്ത് മാത്രം root of gm by r plus h. അല്ല, ഞാൻ കൊടുത്തു നോക്കാം. root of gm by r plus h. അതായി. ഇനി ഇവിടെ നോക്കുക, ഈ ഇക്വേഷൻ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. ഇവിടെ ഒരു r plus h ഉണ്ട്, ഇവിടെ ഒരു റൂട്ട് ഓഫ് r plus h ഉണ്ട് അല്ലെ? ഈ r plus h എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂട്ട് ഓഫ് r plus h ഇൻറ്റു റൂട്ട് ഓഫ് r plus h അല്ലേ? അല്ലെ? ഈ റൂട്ട് ഓഫ് r plus h ഇൻറ്റു റൂട്ട് ഓഫ് r plus h ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? r plus h. അതായത് നമുക്ക് ഈ r plus h നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് r plus h ഇൻറ്റു റൂട്ട് ഓഫ് r plus h എന്ന് എഴുതാം. അപ്പൊ നമുക്ക് അതുപോലെ ഈ r plus h നെ ഒന്ന് എഴുതി നോക്കാം. അപ്പൊ എന്ത് വരും? 2π ഇൻറ്റു r plus h ഇൻറ്റു റൂട്ട് ഓഫ് r plus h all divided by root of gm by, അതേപോലെ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. അതായത് റൂട്ട് gm by root of r plus h, root of r plus h. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ താഴെയുള്ള ഈ റൂട്ട് ഓഫ് r plus h നെ, അതായത് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന റൂട്ട് ഓഫ് r plus h നെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ എന്തായിട്ട് മാറും? ഇവിടെ ബൈ എന്നുള്ളത് ന്യൂമറേറ്ററിൽ എത്തുമ്പോ ഇൻറ്റു ആയിട്ട് മാറും. അപ്പൊ എന്തായി? t is equal to 2π into root of r plus h into root of r plus h into root of r plus h all divided by root of gm. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ റൂട്ട് ഓഫ് r plus h 3 ഉണ്ട്, അതെല്ലാം കൂടെ എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് r plus h ഓൾ ക്യൂബ് എഴുതിക്കൂടെ? ഒന്ന് എഴുതി നോക്കാം. എന്ത് വരും? t is equal to 2π into root of r plus h whole cube all divided by root of gm. ഇനി നമുക്കിവിടെ ഇത് രണ്ടും റൂട്ടുള്ള സംഭവമാണ്. ഈ r plus h ഉം അതേപോലെ gm ഉം റൂട്ടുള്ളതാണ്. അപ്പൊ ആ റൂട്ടുള്ളതിനൊക്കെ ഒരുമിച്ച് എഴുതാം. അപ്പൊ എന്തൊരു t is equal to 2π അതുപോലെ തന്നെ root of r plus h whole cube divided by gm. അല്ലെ? 2π into root of r plus h whole cube by gm. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇതാണ് നമ്മുടെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇൻ ടേം ഓഫ് ക്യാപിറ്റൽ ലെറ്റർ G ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ M. ഇനി നമ്മൾ ഈ പീരീഡ് ഓഫ് റെവല്യൂഷൻ T കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ എഴുതാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മളിവിടെ
കഴിഞ്ഞ ക്ലാസ്സിൽ ഓർബിറ്റൽ വെലോസിറ്റി പഠിച്ചപ്പോൾ നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വി ഹാവ് gm is equal to gr². അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ gm ന്റെ സ്ഥാനത്ത് ഈ gr² എന്ന് കൊടുത്തു നോക്കാം. അപ്പൊ എന്താ ഇക്വേഷൻ ചേഞ്ച് വരിക, t is equal to 2π into root of r plus h whole cube divided by gr². ഇപ്പൊ എന്തായി, പീരീഡ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള രണ്ട് ഇക്വേഷൻ ആയി. അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പ്രോബ്ലം തരുന്ന സമയത്ത് കാൽക്കുലേറ്റർ ജിയും അതുപോലെ കാൽക്കുലേറ്റർ എമ്മും ആയിരിക്കും തരിക. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി ഇൻ കേസ് സ്മോൾ ലെറ്റർ ജിയോ അല്ലെങ്കിൽ ആറോ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷനും യൂസ് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു h ഹൈറ്റ് ഡിഫറൻസിലാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കേസ് കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ പീരീഡ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിച്ചത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർബിറ്റൽ വെലോസിറ്റി പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ എർത്തിന്റെ സർഫസ് എന്നുണ്ടെങ്കിൽ ആ എർത്തിന്റെ സർഫസിനോട് അല്ലെങ്കിൽ ആ എർത്തിന്റെ സർഫസിലൂടെയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യണമെന്ന് കൺസിഡർ ചെയ്യാം. അതായത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നമ്മുടെ എർത്തിന്റെ സർഫസിന് തൊട്ടടുത്തായിട്ട് റിവോൾവ് ചെയ്യാണ്. അതായത് ഇവിടുത്തെ ഹൈറ്റ്, ഈ h എന്നുള്ള ഹൈറ്റ് അവിടെ നെഗ്ലിജിബിൾ ആവുകയാണ്. അങ്ങനെ ഒരു കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇഫ് h ഈസ് വെരി വെരി ലെസ് ദാൻ r ആവുന്ന കേസ്, അതായത് ഈ ഹൈറ്റ് ഇവിടെ ഇല്ല, h is equal to 0 ആയിട്ട് മാറുകയാണ്. അങ്ങനത്തെ ഒരു കേസ് ആവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അവിടുത്തെ പീരീഡ് ഓഫ് റെവല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? ചില ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കാറുണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എർത്തിന്റെ സർഫസിനോട് തൊട്ട് ചാരിയിട്ട് റിവോൾവ് ചെയ്യാണെന്ന് വിചാരിക്കുകയാണ്. ആ കേസിലുള്ള പീരീഡ് ഓഫ് റെവല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാറുണ്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യും, ഹൈറ്റ് പറയും. ഹൈറ്റ് പറഞ്ഞതിന് ശേഷം പീരീഡ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയും. ആ കേസിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി എർത്ത് സർഫസിനോട് തൊട്ടടുത്തുള്ള സർഫസിലാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സാറ്റലൈറ്റിന്റെ പീരീഡ് ഓഫ് റെവല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത്, അപ്പൊ എന്താ, h is equal to 0 ആകും. അതായത് ഹൈറ്റ് 0 ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക? hന്റെ സ്ഥാനത്ത് 0 വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർബിറ്റൽ വെലോസിറ്റി അങ്ങനെ h is equal to 0 ആവുന്ന കേസിൽ v0 ആണ് എഴുതിയത് അല്ലെ, വിന്റെ സ്ഥാനത്ത് v0 എന്ന് കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ടൈം പീരീഡ് എന്താവും, t0 is equal to ടിന്റെ സ്ഥാനത്ത് t0 ആയിട്ടാണ് നമ്മൾ എഴുതുക. എന്തായി, 2π into hന്റെ സ്ഥാനത്ത് 0 ആകുമ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുള്ളൂ, r³ മാത്രമേ ഉണ്ടാവുള്ളൂ. റൂട്ട് ഓഫ് r³ by gm അല്ലെ, t0 is equal to 2π into root of r³ by gm ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തപ്പോ. ഇനി ഇതേപോലെ h is equal to 0 എന്നുള്ളത് ഈ സെക്കൻഡ് ഇക്വേഷനിൽ ഒന്ന് കൊടുത്തു നോക്കാം. അപ്പൊ എന്താ വരിക, t is equal to 2π into root of hന്റെ സ്ഥാനത്ത് 0, ബാക്കി എന്താ ഉണ്ടാവുക, r³ by gr². അപ്പൊ എന്തോരും, ഇവിടെ ഒരു r³ ഉണ്ട്, ഇവിടെ ഒരു r² ഉണ്ട് അല്ലെ. ഈ r² അതേപോലെ r³ ഒരു r² ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ വരിക, t is equal to 2π into root of r by g. അല്ലെ, ഇതാണ് നമ്മുടെ t0. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എർത്ത് സർഫസിനോട് തൊട്ടടുത്തുള്ള സർഫസിൽ റിവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സാറ്റലൈറ്റ്സിന്റെ പീരീഡ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണിത്. 2π into root of r³ by gm, അതേപോലെ 2π into root of r by g. ഇങ്ങനെ ചെയ്യുമ്പോൾ ആറിന്റെ കാര്യം നമുക്കറിയാം, എത്രയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ജിന്റെ വാല്യൂ അറിയാം. അത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഈ പീരീഡ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ ക്യാപിറ്റൽ ജിന്റെ വാല്യൂ നമുക്കറിയാം, ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ നമുക്കറിയാം, ആറിന്റെ വാല്യൂ അറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ അത് വെച്ചിട്ട് ഇവിടെ t0 കണ്ടുപിടിക്കാം.
അടുത്തായിട്ട് നമ്മൾ പറയാൻ പോണത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാല് അതെന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് തന്നെയാണ്. ആൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് whose orbital period is the same as rotational period of the earth is called geostationary satellite. അതായത് ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, ആ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന്റെ പീരീഡ് എന്ന് പറയുന്നത് അതിന്റെ ആ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന്റെ പീരീഡ് എന്ന് പറയുന്നത് ആ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന്റെ തന്നെ റൊട്ടേഷണൽ പീരീഡിന് സെയിം ആണെങ്കിൽ അത്തരം സാറ്റലൈറ്റിനെ വിളിക്കുന്ന പേരാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന്റെ പീരീഡ് എന്ന് പറയുന്നത് അതിന്റെ റൊട്ടേഷണൽ പീരീഡിന് സെയിം ആണെന്നുണ്ടെങ്കിൽ അത്തരം സാറ്റലൈറ്റ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്. If such satellites revolves the earth from west to east. ഇത്തരം സാറ്റലൈറ്റ്സ് എർത്തിന്റെ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, റിവോൾവ് ചെയ്യുന്നത്. അടുത്തായിട്ട് പറയുന്നത് ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഫോർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇത്തരം ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തില് നല്ല ഇമ്പോർട്ടന്റ് ഉണ്ട്. The distance between the surface of the earth and the geostationary satellite is about 36,000 kilometer. അതായത് ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും അതേപോലെ എർത്തിന്റെ സർഫസും തമ്മിൽ 36,000 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. അപ്പൊ അത്രയും ഡിഫറൻസിലാണ് ആ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എർത്തിന്റെ സർഫസിൽ നിന്നും നിൽക്കുന്നത്. അപ്പോ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്താണ്, അതുപോലെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ഹൈറ്റ്, എർത്തിന്റെ സർഫസിൽ നിന്ന് ആ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിലേക്കുള്ള ഹൈറ്റ്, ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോണത് ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ ഹൈറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു 36,000 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. ആ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ചെയ്യാണ്. അതിനുവേണ്ടി നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, പീരീഡ് കാണാനുള്ള ഇക്വേഷൻ T is equal to 2 pi into root of r plus h whole cube by g r square. ഈ ഇക്വേഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇതെന്ത് കണ്ടുപിടിക്കാനാണ്? നമ്മള് ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന്റെ ഹൈറ്റ് നമുക്ക് അറിയാം 36,000 കിലോമീറ്റർ ആണെന്ന് അറിയാം. പക്ഷെ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. T is equal to 2 pi into root of r plus h whole cube by g r square. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത് ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഈ ഇക്വേഷൻ നമ്പർ 1 നമ്മളൊന്ന് സ്ക്വയർ ചെയ്യാണ്. Square equation number 1. Therefore, equation become t square is equal to 2 pi all square ആണ് വരിക. അതായത് 4 pi square. 2 ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4, pi ന്റെ സ്ക്വയർ pi square. 4 pi square. ഇവിടെ എന്താവും? റൂട്ടിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ ടേം? r plus h whole cube divided by g r square. അല്ലേ? നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോണ എന്താണ്? h ആണ്. അപ്പൊ ഈ h ഉള്ള ടൈമിന് നമുക്ക് ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടൈമിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഈ r plus h whole cube നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പൊ നമ്മൾ ഈ സൈഡിലേക്ക് ആയിട്ട് എഴുതുകയാണ് r plus h whole cube equal to, ഇവിടെ എന്തുണ്ട്? t square അവിടെ എങ്ങനെ ഉണ്ട്? ഇവിടെ ബൈ ജി ആർ സ്ക്വയർ ഉണ്ട്. ബൈ ജി ആർ സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോ ഇൻറ്റു ജി ആർ സ്ക്വയർ. അപ്പൊ ടി സ്ക്വയർ ഇൻറ്റു ജി ആർ സ്ക്വയർ. അതേപോലെ ഇൻറ്റു 4 പൈ സ്ക്വയർ ഉണ്ട് ഇവിടെ. ഈ ഇൻറ്റു 4 പൈ സ്ക്വയർ ഈക്വലിന്റെ സൈഡിലേക്ക് പോകുമ്പോ ബൈ 4 പൈ സ്ക്വയർ. അല്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓൾ ക്യൂബ് r plus h ഓൾ ക്യൂബ് ഉണ്ട്. ഈ ക്യൂബിനെ മാറ്റണം. ക്യൂബിനെ നമുക്ക് ഈ ഈക്വറ്റിന്റെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോ എന്താവും? ഓൾ റൈസ് ടു 1/3. ഇതൊക്കെ മാത്സിൽ പഠിക്കുന്ന റിലേഷൻസ് ആണ്. അപ്പൊ r plus h is equal to, ബാക്കി എല്ലാ ടേമും അതുപോലെ തന്നെ ടി സ്ക്വയർ ഇൻറ്റു ജി ആർ സ്ക്വയർ ബൈ
4 pi square all raised to 1/3 അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇതിന് h എഴുതിക്കൂടെ? h is equal to t square gr square by 4 pi square all raised to 1/3. അതേപോലെ ഇവിടെ എന്തുണ്ട്? ഒരു പ്ലസ് ആർ ഉണ്ട്. നമുക്ക് വേണ്ടത് h മാത്രമേ ഉള്ളൂ. അപ്പൊ h നെ ഇവിടെ നിർത്തി ഈ പ്ലസ് ആറിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ മൈനസ് ആർ. നോട്ട് എഴുതുമ്പോ ശ്രദ്ധിക്കണം, ഇത് രണ്ട് സ്റ്റെപ്പാണ്. നോക്കിയിട്ട് എഴുതുക. ആർ പ്ലസ് എച്ച് സീക്വൽ ടി സ്ക്വയർ ഇൻറ്റു ജി ആർ സ്ക്വയർ ബൈ 4 പൈ സ്ക്വയർ ഓൾ റേസ്റ്റ് 1/3 ആണത്. ഇവിടെ എന്ത് ചെയ്തു? നമുക്ക് ഇവിടെ വേണ്ടത് h മാത്രമാണ്. അപ്പൊ ഈ പ്ലസ് ആറിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഈ ടേം അതേപോലെ തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതി മൈനസ് ആർ. ഇതെന്ത് ചെയ്യാം? ഇതിന് h കണ്ടുപിടിച്ചൂടെ? h കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വാല്യൂസ് ഒന്ന് കൊടുത്തു നോക്കുക നിങ്ങൾ. ഇതിന്റെ ഓരോന്നിന്റെയും വാല്യൂസ് ഒന്ന് കൊടുത്തു നോക്കുക. ആദ്യം ടൈം പീരീഡ് കണ്ടുപിടിക്കുക. ടൈം പീരീഡ് കാണാൻ ഇക്വേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് t is equal to 2 pi into root of gm by r plus h ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ടൈം പീരീഡ് 2 pi into root of r plus h whole cube by gm ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ആദ്യം t കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഈ gm ഉള്ള ഇക്വേഷൻ ഉപയോഗിക്കണമെന്നില്ല, ആ gr സ്ക്വയർ ഉള്ള ഇക്വേഷൻ ഉപയോഗിച്ചാലും മതി. ഇതിൽ ആറിന്റെയും ഇതിലൊക്കെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് t കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം? h വാല്യൂ കണ്ടുപിടിക്കണമെന്നില്ല. ടിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? t is equal to ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 86,400 സെക്കൻഡ് ആണ്. അത്രയും ടൈമാണ് റെവല്യൂഷൻ ആവശ്യമായിട്ടുള്ളത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിൽ. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങള് ഇവിടെ ടി കണ്ടുപിടിക്കണമെന്നില്ല, ഈ ടൈം വെച്ചിട്ട് ഈ h ഒന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഇതിൽ ടി അറിയാം. ടി എത്രയാണ്? ടിന്റെ വാല്യൂ ഇതാണ്. ജിന്റെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആറിന്റെ വാല്യൂ അറിയാം. എത്രയാണ്? ഇത്രയും കിലോമീറ്റർ ആണ്. ആ കിലോമീറ്ററിന് എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ പോയിന്റ് ആക്കിയിട്ടൊക്കെ എഴുതിയിരുന്നു. അങ്ങനെ പോയിന്റ് ആക്കിയിട്ട് എഴുതുന്നില്ല. 10⁻³ കൊടുത്തിട്ട് എഴുതിയാൽ മതി. പോയിന്റ് ആക്കുമ്പോൾ 10⁻6 ആയിട്ടും വരിക. അപ്പൊ 10⁻³ കൊടുത്തിട്ട് എഴുതിയാൽ മതി. പിന്നെ ഇതിന്റെ വാല്യൂ വേണ്ടത് ജിന്റെ വാല്യൂ, ആറിന്റെ വാല്യൂ 4, പൈന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 3.14 ആണ്. അപ്പൊ ഈ വാല്യൂസ് കൊടുത്തിട്ട് ഈ h ഒന്ന് കണ്ടുപിടിക്കുക നിങ്ങൾ. ഓക്കെ, അതേപോലെ തന്നെ ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന്റെ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന്റെ ഈ ഓർബിറ്റൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ്. v is equal to r into root of g by r plus h. v is equal to r into root of g by r plus h. ഇതേപോലെ എന്ത് ചെയ്യും? നിങ്ങൾ ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന്റെ ഓർബിറ്റൽ വെലോസിറ്റി ഒന്ന് കണ്ടുപിടിക്കും. ആർ നമുക്ക് നേരത്തെ പറഞ്ഞാണ് 6380 കിലോമീറ്റർ ആണ്. ആ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുക. ജിന്റെ വാല്യൂ അറിയാം. h നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുമ്പേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കിട്ടുന്ന h ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ വിയും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങള് എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, വിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എച്ചിന്റെ വാല്യൂ ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്, പക്ഷെ ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കുകയാണ് നമ്മൾ. പ്രോബ്ലം ആയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ. എച്ചിന്റെ വാല്യൂ കാണാൻ, അതുപോലെ ഓർബിറ്റൽ വെലോസിറ്റിയും കാണാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഓർബിറ്റൽ വെലോസിറ്റി കാണുന്നുണ്ടെങ്കിൽ ആദ്യം h കണ്ടുപിടിക്കണം. h ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ h കണ്ടുപിടിക്കണം. അപ്പൊ h കാണാനുള്ള ഇക്വേഷൻ നേരത്തെ പറഞ്ഞത്, അത് ഉപയോഗിച്ചിട്ട് h കാണാം. അതിനുശേഷം ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് പോളാർ സാറ്റലൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് പറഞ്ഞു. അടുത്തത് പോളാർ സാറ്റലൈറ്റ്. പോളാർ സാറ്റലൈറ്റ്സ് പറഞ്ഞാല് എ പോളാർ സാറ്റലൈറ്റ് ഈസ് വൺ വിച്ച് ഓർബിറ്റ് ഇൻ എ നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ.
അതായത് നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലുള്ള ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനാണ് നമ്മൾ പോളാർ സാറ്റലൈറ്റ്സ് വിളിക്കുന്നത്. നേരത്തെ എന്തായിരുന്നു? വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലായിരുന്നു. ഇവിടെ നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ ആണ്. As the earth spins below it. അടുത്തായിട്ട് പറയുന്നത് it has a low earth orbit of radius about 82,000 kilometer. നേരത്തെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന് 36,000 കിലോമീറ്റർ ആയിരുന്നു അതിന്റെ എർത്ത് ഓർബിറ്റ്. ഇവിടെ എത്രയാണ്? 82,000 കിലോമീറ്റർ ആണ്. അപ്പൊ ഇവിടെ റേഡിയസ് അല്ലെങ്കിൽ എർത്ത് ഓർബിറ്റ് എന്താണ്? കുറവാണ്. ലോ എർത്ത് ഓർബിറ്റ് ആണ് ഈ പോളാർ സാറ്റലൈറ്റ്സിനുള്ളത്. നെക്സ്റ്റ്, such a satellite takes less than 2 hours to go around the earth. ഈ പോളാർ സാറ്റലൈറ്റ്സ് 2 hour ആണ് എർത്തിനെ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഒരു തവണ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 hour ആണ് ഇത് ഈ പോളാർ സാറ്റലൈറ്റ്സ് എടുക്കുന്നത്. The main purpose of polar satellite is to collect information about our atmosphere. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ പോളാർ സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുന്നത്. നേരത്തെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് പറഞ്ഞപ്പോൾ അതിലും പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഇവിടെ എന്താണ്? ഇൻഫർമേഷൻ കളക്ട് അബൌട്ട് അവർ അറ്റ്മോസ്ഫിയർ. നെക്സ്റ്റ്, ഇറ്റ് ക്യാൻ മേക്ക് മെഷർമെന്റ്സ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ. അതായത് നമ്മുടെ എർത്തിലുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പോളാർ സാറ്റലൈറ്റ്സ് ആണ്. ഇറ്റ് ക്യാൻ യൂസ് വെദർ ഫോർകാസ്റ്റിംഗ്. വെദർ ഫോർകാസ്റ്റിംഗിന് വേണ്ടി നമ്മൾ പോളാർ സാറ്റലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പോളാർ സാറ്റലൈറ്റ്സ് എന്താണെന്ന് പഠിക്കുക, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ അത് യൂസ് ചെയ്യുന്ന ഫീൽഡ് ഏതൊക്കെയാണ്, എവിടൊക്കെയാണ് നമ്മൾ പോളാർ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ മതി. 2 മാർക്കിനൊക്കെയാണ് നമ്മൾ പോളാർ സാറ്റലൈറ്റ്സ് ചോദിക്കാറുള്ളത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് GPS സാറ്റലൈറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. GPS സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ദീസ് സാറ്റലൈറ്റ്സ് ഓർബിറ്റിംഗ് അബൌട്ട് 19,000 കിലോമീറ്റർ അബൌവ് ദ എർത്ത്. അതായത് എർത്തിന്റെ സർഫസിൽ നിന്ന് 19,000 കിലോമീറ്റർ അകലെയാണ് ഈ GPS സാറ്റലൈറ്റ്സ് റിവോൾവ് ചെയ്യുന്നത്. പോളാർ സാറ്റലൈറ്റ്സ് എത്രയായിരുന്നു? 82,000 കിലോമീറ്റർ. ജിയോ സ്റ്റേഷനറി 36,000 കിലോമീറ്റർ. Next, they are constantly moving and make two complete revolutions in less than 24 hours. It is used for determining position course and distance travelled by a aircraft. ഇതിന്റെ യൂസ് ആണ് പറയുന്നത്. At sea, the GPS is used by commercial fishermen for navigation. GPS satellites use ആണ്. In the ground, GPS is used by surveyors. It is widely used in automobiles. So, GPS satellites എന്താണ്, അതുപോലെ അതിന്റെ എർത്ത് ഓർബിറ്റ് എത്രയാണ്, ഓർബിറ്റൽ പീരീഡ് എത്രയാണ്, അതുപോലെ അതിന്റെ യൂസസ് എത്രയാണ്. 3 തരത്തിലുള്ള സാറ്റലൈറ്റ്സ് പഠിച്ചു. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്, പോളാർ സാറ്റലൈറ്റ്സ് ആൻഡ് GPS സാറ്റലൈറ്റ്സ്. ഇതിൽ ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ്സ് എക്സാമിന് ചോദിക്കാറുണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന്റെ ഹൈറ്റ്, ടൈം പീരീഡ്, ഓർബിറ്റൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാം, അതുപോലെ അത് വെച്ചുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് ചോദിക്കാറുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.